Dear students, welcome to 101.5 FM Akashawani Kannur. Radio teacher. Radio teacher. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. Let us start. Radio teacher. Radio teacher. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ആരംഭിക്കുകയാണ്. എൻ്റെ പേര് ജന്ദീപ് തോട്ടത്തി, GHSS കൂത്തുപറമ്പ. സബ്ജക്ട് സോഷ്യൽ സയൻസ്. ഇനി ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ. ഞാൻ അഭിഷേക് ബി. ഞാൻ ഗൗതം കൃഷ്ണ എസ്. ഞങ്ങൾ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൊകേരിയിൽ നിന്ന് വരുന്നു. ടീം ബി. ഞാൻ ഹെറിൻ വത്സൻ. ഞാൻ അദ്വൈത് പ്രകാശ്. നമ്മൾ ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം സി. ഞാൻ സ്നിയ. ഞാൻ ദിയ. ഞങ്ങൾ മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി. ഞാൻ ഫാത്തിമ കെ. ഞാൻ ജിൽനാരാജ് KKV പാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഇ. ഞാൻ ഐഷാഹ റേബി. ഞാൻ അംജിത് രാജേഷ് TG. ഞങ്ങൾ സെന്റ് ജോസഫ് HSS തലശ്ശേരിയിൽ നിന്ന് വരുന്നു. അപ്പോൾ എല്ലാവരെയും ഇന്നത്തെ പ്രശ്നോത്തരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Radio teacher. ഇന്ന് കൈകാര്യം ചെയ്യുന്ന ചാപ്റ്റർ SSLC 7ാം ചാപ്റ്റർ ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റിയും 8th ചാപ്റ്റർ ആയിരിക്കുന്ന റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 2 ചാപ്റ്ററുകളാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. പ്രശ്നോത്തരിയുടെ നിബന്ധനകൾ, അതായത് ആദ്യ റൗണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന് ആൻസർ കറക്റ്റ് പറയുന്നവർക്ക് 5 മാർക്കും, അറിയില്ല എങ്കിൽ പാസ് ആയിരിക്കും. ആ പാസ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നവർക്ക് 3 മാർക്കും. ഇനി അറിയില്ല എങ്കിൽ അടുത്ത ടീമിന്, ഏത് ടീമിന് വേണമെങ്കിലും ആൻസർ പറയാവുന്നതാണ്, പക്ഷെ അതിന് മാർക്ക് നൽകുന്നതല്ല. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ഡിഗ്രീസ് ആർ ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് ഇന്ത്യ? ഇന്ത്യ ഏതെല്ലാം അക്ഷാംശ രേഖകൾക്ക് ഇടയിലാണ്? ടീം എ. പാസ്. ടീം ബി. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. പാസ് ചെയ്തതിനാൽ ടീം ബിക്ക് 3 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. വിച്ച് ഈസ് ദ ലോങ്ങിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ രേഖാംശ രേഖ, ഇന്ത്യ ഉൾപ്പെടുന്ന രേഖാംശ രേഖകൾ ഏതെല്ലാം? പാസ്. ടീം സി. പാസ്. ഇനി ആൻസർ അറിയുന്നവർക്ക് പറയാം, ഏത് ടീമിന് വേണമെങ്കിലും പറയാം. യെസ്, പറഞ്ഞോളൂ. ടീം എ. 82.5. നോ, തെറ്റാണ്. യെസ്, ആർക്കും ആൻസർ കിട്ടാത്തതിനാൽ 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിലാണ്. പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനിടയിലാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അക്ഷാംശ രേഖാംശ രേഖകൾ. ഇന്ത്യയുടെ വടക്ക് അക്ഷാംശ രേഖ 8 ഡിഗ്രി 4 മിനിറ്റും ഇന്ത്യയുടെ തെക്ക് ഭാഗത്തിൽ അക്ഷാംശ രേഖ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് തന്നെയാണ്. കാരണം ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ രേഖാംശ രേഖ 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും അത് പൂർവാർദ്ധഗോളത്തിലാണ്, അഥവാ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. ഗ്രീനിച്ച് രേഖയ്ക്ക് ഈസ്റ്റിലാണ് ഇന്ത്യയുടെ സ്ഥാനമുള്ളത്. അതുകൊണ്ടാണ് രണ്ടും ഈസ്റ്റ് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ്. അതാണ് നമ്മുടെ മാനക രേഖാംശ രേഖയായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതോടൊപ്പം ഇന്ത്യയുടെ അക്ഷാംശ രേഖകളിൽ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്നത് ഉത്തരായന രേഖയാണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2. യെസ്, കറക്റ്റ് ആൻസർ. ടീം സി 5 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡിയോടാണ്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ പെൻസുലാർ പ്ലാറ്റ്യൂ?
അതായത് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ ഉപദ്വീപീയ പീഠം പെൻസുല പ്ലാറ്റ്യൂവിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പാസ്. ടീം ഇ. ആനമുടി. യെസ്, കറക്റ്റ് ആൻസർ. ടീം ഇ 3 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഇയോടാണ്. ഹൗ മച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ്? എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്ര? 8,841 meters. തെറ്റാണ്. ടീം എ. 8,692. തെറ്റാണ്. ഇനി ഏതെങ്കിലും ഗ്രൂപ്പിന് അറിയുകയാണെങ്കിൽ ആൻസർ പറയാവുന്നതാണ്. 8,861 മീറ്റർ. തെറ്റാണ്. 8,848 മീറ്റർ ആണ് എവറസ്റ്റിന്റെ ഉയരം. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലല്ല, നേപ്പാളിലാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ഗോഡ്വിൻ ആസ്റ്റിൻ എന്ന് പറയുന്നത്. ഇത് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ രാജ്യത്താണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൊടുമുടി എവറസ്റ്റ് അല്ല. ഓക്കെ, ടീം ഇയോടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. കറക്റ്റ് ആൻസർ പറയാൻ സാധിച്ചില്ല. അപ്പോൾ അത് പാസ് ടീം എക്കായിരുന്നു. ടീം എക്കും ആൻസർ നൽകാൻ പറ്റിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ ടീം ഇയോട് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഹൗ മെനി ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉണ്ട്? 7. തെറ്റാണ്. യെസ്, ടീം ഡി. 4. തെറ്റാണ്. ഇനി ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ഏതെങ്കിലും ഗ്രൂപ്പിന് അറിയാമെങ്കിൽ ആൻസർ പറയാവുന്നതാണ്. 5. യെസ്, കറക്റ്റ് ആൻസർ. അഭിനന്ദനങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡി. ഇൻ വിച്ച് സീ ഇൻഡസ് ജോയിന്റ്? റിവർ ഇൻഡസ് അഥവാ സിന്ധു നദി ഏത് കടലിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്? അറേബ്യൻ സീ. യെസ്, കറക്റ്റ് ആൻസർ. ടീം ഡി 5 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സി. വേർ ഡിഡ് ഗംഗ ഒറിജിൻ? ഗംഗാ നദിയുടെ ഉത്ഭവ സ്ഥാനം ഏത്? ഗംഗോത്രിയിലെ ഗോമുഖ് ഗുഹ. യെസ്, കറക്റ്റ് ആൻസർ. ടീം സി 5 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബി. വേർ ഡിഡ് റിവർ ബ്രഹ്മപുത്ര ഒറിജിൻ? ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവ സ്ഥാനം? ബേ ഓഫ് ബംഗാൾ. തെറ്റാണ്. ടീം എ. ചെമായുങ്ഡുങ് ഇൻ ടിബറ്റ്. യെസ്, കറക്റ്റ് ആൻസർ. ടീം എ 3 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എ. വിച്ച് റിവർ ഈസ് ലോങ്സ്റ്റ് റിവർ വിച്ച് ഫ്ലോയിങ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ബ്രഹ്മപുത്ര. തെറ്റാണ്. ടീം ഇ. ഗംഗ. കറക്റ്റ് ആൻസർ. പാസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ടീം ഇ 3 മാർക്ക് നേടിയിരിക്കുകയാണ്. ഒന്നാമത്തെ റൗണ്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ടീം എ 3 മാർക്ക്, ടീം ബി 3 മാർക്ക്, ടീം സി 10 മാർക്ക് നേടിയിരിക്കുകയാണ്. ടീം ഡി 5 മാർക്ക്, ടീം ഇ 6 മാർക്ക്. ഒന്നാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അടുത്തത് 2ാം റൗണ്ടാണ്. 2ാം റൗണ്ടിലും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ശരിയുത്തരം പറയുന്ന ടീമിന് 5 മാർക്കും പാസ് ക്വസ്റ്റ്യന് 3 മാർക്കുമാണ്. രണ്ടാമത്തെ ടീമിനും ആൻസർ പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആർക്ക് വേണമെങ്കിൽ ആൻസർ പറയാം, പക്ഷെ മാർക്ക് നൽകുന്നതല്ല. ക്വസ്റ്റ്യൻ വിച്ച് റിവർ കോസിംഗ് ഡെപ്പോസിഷൻ ടു ഫോം പഞ്ചാബ് ഹരിയാന പ്ലെയിൻ? പഞ്ചാബ് ഹരിയാന പ്ലെയിൻ രൂപം കൊള്ളുന്നതിന് കാരണമായ നദി ഏതാണ്? ടീം എ. യെസ്, ഇൻഡസ് ആൻഡ് ഈസ് ട്രിബ്യൂട്ടറീസ്. കറക്റ്റ് ആൻസർ. ടീം എ 5 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ടീം ബി. വിച്ച് റിവർ കോസിംഗ് ഡെപ്പോസിഷൻ ടു ബിക്കം മരുസ്ഥലി ബാഗർ പ്ലെയിൻ? മരുസ്ഥലി ബാഗർ സമതലം രൂപം കൊള്ളുന്നതിന് കാരണമായ നദി ഏത്? ലൂണി സരസ്വതി നദി. യെസ്, കറക്റ്റ് ആൻസർ. ടീം ബി 5 മാർക്ക്. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ 5 ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങളും ദ്വീപുകളും. അങ്ങനെയാണ് 5 ഡിവിഷൻ. അതോടൊപ്പം നമുക്ക് സമതലങ്ങളുമുണ്ട് അല്ലേ? സിന്ധുവും അതിൻ്റെ പോഷക നദികളും ഉണ്ടാക്കുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. മരുസ്ഥലി ബാഗർ എന്ന് പറയുന്നത് ലൂണി സരസ്വതി നദികളാണ്. ഗംഗാ സമതലം ഗംഗാ നദിയാണ്. ബ്രഹ്മപുത്ര താഴ്വര ബ്രഹ്മപുത്ര നദിയാണ് രൂപം കൊള്ളുന്നതിന് കാരണമായിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. ഹൗ മച്ച് സ്ക്വയർ കിലോമീറ്റർ ഈസ് എക്സ്റ്റെൻഡ് ബൈ പെൻസുലാർ പ്ലാറ്റ്യൂ? ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകെ പരപ്പളവ് എത്രയാണ്? പാസ്. ടീം ഡി. പാസ്. അറിയാവുന്നവർക്ക് പറയാവുന്നതാണ്. 15 ലക്ഷം കിലോമീറ്റർ സ്ക്വയർ. യെസ്, കറക്റ്റ് ആൻസർ. ഈ പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ്. അഭിനന്ദനങ്ങൾ ടീം ഇക്ക്.
അടുത്തതായി ടീം ഡിയോടാണ്. ഇൻ വിച്ച് നെയിം വി കോൾ ബ്രഹ്മപുത്ര ഇൻ ടിബറ്റ്? ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിക്ക് പറയുന്ന പേര്. പാസ്. ടീം ഇ. സാങ്പോ. യെസ്, കറക്റ്റ് ആൻസർ. ടീം ഇ 3 മാർക്ക് നേടിയിരിക്കുകയാണ്. നമ്മുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും വിസ്തൃതിയേറിയതുമായ ഭൂപ്രദേശം എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി നേരത്തെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പഴക്കമുള്ള ഭൂപ്രദേശം ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നാണ് കൂടുതൽ വിഭവങ്ങൾ ഞങ്ങൾക്ക് കുഴിച്ചെടുക്കാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ ധാതുക്കളുടെ കലവറ എന്ന പേരിലാണ് ഉപദ്വീപീയ പീഠഭൂമിയെ വിളിക്കപ്പെടുന്നത്. എന്നാൽ ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് ധാരാളം നദികളിലെ എക്കൽ മണ്ണുകളുടെ നിക്ഷേപത്തിന്റെ ഫലമായി ഉണ്ടായതാണ്. അതുകൊണ്ട് അതിനെ ധാന്യങ്ങളുടെ കലവറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യാസ് ഫിസിയോഗ്രഫി. ഇന്ത്യ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 5 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ. നോർത്തേൺ മൗണ്ടൻ റേഞ്ച്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുല പ്ലാറ്റ്യൂ ആൻഡ് ഐലൻഡ്സ് ആൻഡ് കോസ്റ്റൽ പ്ലെയിൻസ്. ഓക്കെ, ഓൾഡസ്റ്റ് ഓഫ് ഇന്ത്യൻ ഫിസിയോഗ്രഫി ഈസ് പെനിൻസുല പ്ലാറ്റ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഇയോടാണ്. ഇൻ വിച്ച് നെയിം വി കോൾഡ് ബ്രഹ്മപുത്ര ഇൻ ബംഗ്ലാദേശ്? ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ അറിയപ്പെടുന്ന പേര്? ജമുന. യെസ്, കറക്റ്റ് ആൻസർ. ടീം ഇ 5 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഇയോട് തന്നെയാണ്. വിച്ച് ഹിമാലയൻ റിവേഴ്സ് ട്രൈബ്യൂട്ടറി ഈസ് ജലം? ജലം എന്ന് പറയുന്നത് ഏത് ഹിമാലയൻ നദിയുടെ പോഷക നദികളാണ്? യെസ്, ഇൻഡസ്. ഇൻഡസ്, കറക്റ്റ് ആൻസർ. ടീം എ 5 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡി. വിച്ച് ഹിമാലയൻ റിവർ ട്രൈബ്യൂട്ടറി ഈസ് തിസ്ത? തിസ്ത എന്ന് പറയുന്നത് ഏത് ഹിമാലയൻ നദിയുടെ പോഷക നദിയാണ്? ഗംഗ. തെറ്റാണ്. ടീം സി. ബ്രഹ്മപുത്ര. യെസ്, കറക്റ്റ് ആൻസർ. ടീം സിക്ക് പാസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 3 മാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. ഇൻ വിച്ച് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഈസ് നോൺ ആസ് ഗ്രാനറി ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തര മഹാസമതലം. യെസ്, കറക്റ്റ് ആൻസർ. ടീം സി 5 മാർക്ക് നേടിയിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. വിച്ച് റിവേഴ്സ് ട്രൈബ്യൂട്ടറി ഈസ് ഹിരൺ ബെഞ്ചൻ? ഹിരൺ ബെഞ്ചൻ എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദികളാണ്? ഗംഗ. തെറ്റാണ്. ടീം എ. ബ്രഹ്മപുത്ര. തെറ്റാണ്. ഇനി അറിയുന്ന ആർക്കെങ്കിലും ആൻസർ പറയാവുന്നതാണ്. യെസ്, ഗോദാവരി. തെറ്റാണ്. നർമ്മദ നദിയാണ് കറക്റ്റ് ആൻസർ. ഇത് ഉപദ്വീപീയ നദികളാണ് ചോദിച്ചത്. ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് 6 എണ്ണമാണുള്ളത്. നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി. ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഹിമാലയൻ നദികളിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ 3 നദികളിൽ സിന്ധു അറബിക്കടലിലേക്കും ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടൽ അഥവാ ബേ ഓഫ് ബംഗാളിലേക്കാണ് ഒഴുകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. വൈ റെഡ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ റെഡ് കളർ? എന്തുകൊണ്ടാണ് ചെമ്മണ്ണ് ചുവന്ന കളറിൽ കാണപ്പെടുന്നത്? പ്രസൻസ് ഓഫ് അയൺ. യെസ്, കറക്റ്റ് ആൻസർ. ടീം എ 5 മാർക്ക് നേടിയിരിക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ട് പൂർത്തിയായപ്പോൾ മാർക്ക് നിലയാണ്. എ 10 മാർക്ക്, ബി 5 മാർക്ക്, സി 8 മാർക്ക്, ഡിക്ക് ഈ റൗണ്ടിൽ മാർക്കൊന്നും ലഭിച്ചിട്ടില്ല. ഇ 13 മാർക്ക്. 2 റൗണ്ട് പൂർത്തിയായപ്പോൾ ആകെ മാർക്ക് അറിയിക്കുകയാണ്. ടീം എ 13 മാർക്ക്, ടീം ബി 8 മാർക്ക്, ടീം സി 18 മാർക്ക്, ടീം ഡി 5 മാർക്ക്, ടീം ഇ 19 മാർക്ക്. അടുത്തത് 3-ാം റൗണ്ടാണ്. 3-ാമത്തെ റൗണ്ടിൽ അല്പം വിശദമായ ആൻസറുകളാണ് നൽകേണ്ടത്. കറക്റ്റ് ആൻസർ പറയുന്ന ടീമിന് 10 മാർക്കും പാസ് ക്വസ്റ്റ്യൻ ആൻസർ പറയുന്ന ടീമിന് 5 മാർക്കും പാസ് ചെയ്ത ടീമിന് ആൻസർ പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഏത് ടീമിന് വേണമെങ്കിലും ആൻസർ പറയാം, പക്ഷേ മാർക്ക് നൽകുന്നതല്ല. ടീം എയോടാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫുഡ് ക്രോപ്സ് റൈസ്? നെല്ലിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? നെല്ലിന് വേണ്ട അനുകൂലനങ്ങൾ എന്തെല്ലാം? റൈസിന് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ടെമ്പറേച്ചറും 150 സെൻറ്റിമീറ്റർ മുകളിലുള്ള മഴയും അതുപോലെ തന്നെ അലൂവിയൽ സോയിലുമാണ് വേണ്ടത്. സിവാലിക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ
ടെറസ് ഫാമിംഗ് ആയി റൈസ് കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. കറക്റ്റ് ആൻസർ. അതായത് നെല്ല് ഖാരിഫ് വിളകളിൽ മുഖ്യ വിളയാണ്, മുഖ്യ ഭക്ഷ്യവിളയാണ്. അതിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് അലൂവിയൽ മണ്ണാണ്. അതിൻ്റെ ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് കൂടുതലും മഴ 150 സെൻറ്റിമീറ്ററിൽ കൂടുതലുമാണ്. സിവാലിക് നിലകളിലും അത് കൃഷി ചെയ്തു വരുന്നുണ്ട്. ടീം എക്ക് 10 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫുഡ് ക്രോപ്സ് വീറ്റ്? ഗോതമ്പിന് അനുയോജ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? ഗോതമ്പ് ഒരു റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അതിനാവശ്യമാണ്. പിന്നെ ശൈത്യകാല വിളയായതിനാൽ ജലസേചന സൗകര്യത്തെ ആശ്രയിച്ചാണ് ഇത് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഭക്ഷ്യവിളകളിൽ 2ാം സ്ഥാനമാണ്. ഇത് റാബി വിളയാണ്. 75 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ. ടീം ബിക്ക് 10 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫുഡ് ക്രോപ്സ് മെയ്സ്? ചോളത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഭക്ഷ്യവിളയിൽ 3ാം സ്ഥാനത്താണ് ചോളം. 75 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും 25 സെൽഷ്യസ് ഡിഗ്രി താപവുമാണ് വേണ്ടത്. അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. താപനില പറയുന്നില്ല. 70 സെന്റിമീറ്റർ മഴയാണ്. മറ്റൊന്ന് ശൈത്യകാലത്തും ഉഷ്ണകാലത്തും ഇത് വിള ചെയ്യാം. യെസ്, കറക്റ്റ് ആൻസർ. ടീം സി 10 മാർക്ക് നേടിയിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ഡിയോടാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോട്ടൺ കൾട്ടിവേഷൻ ആൻഡ് കോട്ടൺ ടെക്സ്റ്റൈൽസ് ഇൻ ഇൻഡസ്ട്രി? പരുത്തിത്തുണി വ്യവസായത്തിൻ്റെയും പരുത്തി കൃഷിയുടെയും സവിശേഷതകൾ എന്തെല്ലാം? പാസ്. ടീം ഇ. Cotton is called universal fibers. Cotton is the agro industrial in India. Cotton need 20 to 30 degree Celsius and annual rainfall. അതെ, കോട്ടൺ ഒരു നാരുവിളയാണ് അഥവാ ഫൈബർ ക്രോപ്സ് ആണ്. കോട്ടണ് 20 to 30 ഡിഗ്രി സെൽഷ്യസ് ആവശ്യമാണ്. കോട്ടണെ യൂണിവേഴ്സൽ ഫൈബർ എന്ന പേരിലാണ് വിളിക്കുന്നത്. കോട്ടൺ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത് കറുത്ത മണ്ണാണ്. അതുകൊണ്ട് തന്നെ കറുത്ത പരുത്തി മണ്ണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആദ്യമായിട്ട് ഫോർട്ട് ഗ്ലാസ്റ്റർ, കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് കോട്ടൺ ടെക്സ്റ്റൈൽ. ടീം എ 5 മാർക്കാണ് നേടിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഇയോടാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ടീ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ? India ranks 4th in the cultivation of tea. അപ്പോൾ ടീം ഇ പറഞ്ഞ ആൻസർ തെറ്റാണ്. ടീം എ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടീ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. 200 to 250 സെൻറ്റിമീറ്റർ റെയിനും 25 to 30 ഡിഗ്രീസ് ഓഫ് സെൽഷ്യസും ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഹുമൂസ് സോയിൽ ടൈപ്പാണ് ഇതിന് വേണ്ടത്. അതുപോലെ തന്നെ തമിഴ്നാടു, കേരള, ആസാം എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതലായി ടീ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യെസ്, കറക്റ്റ് ആൻസർ. ടീം എ 5 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഇയോട് തന്നെയാണ്. ഹൗ ക്യാൻ ബി ക്ലാസിഫൈഡ് ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ച്? ഉത്തരപർവ്വത മേഖലയെ എങ്ങനെ തരംതിരിക്കാവുന്നതാണ്? ഉത്തരപർവ്വത മേഖലയുടെ പ്രത്യേകത, നോർത്തേൺ മൗണ്ടൻ റേഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ വിഭജനം എങ്ങനെയാണ്? ഏതെല്ലാം ചേർന്നതാണ് ഉത്തരപർവ്വത മേഖല അഥവാ നോർത്തേൺ മൗണ്ടൻ റേഞ്ച്? ട്രാൻസ് ഹിമാലയ, കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഹിമാലയാസ്, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, ഈസ്റ്റേൺ ഹൈലാൻഡ്സ്, പട്കൈബോം, നാഗാ ഹിൽസ്, ഗാരോ, കാശി ആൻഡ് ജയന്തിയ ഹിൽസ്, മിസോ ഹിൽസ്. യെസ്, കറക്റ്റ് ആൻസർ. നോർത്തേൺ മൗണ്ടൻ റേഞ്ചിന് വി ക്യാൻ ക്ലാസിഫൈഡ് ആസ് ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹൈലാൻഡ്സ്. ട്രാൻസ് ഹിമാലയാസ് ക്യാൻ ബി ഡിവൈഡ് ആസ് കാരക്കോറം, ലഡാക്ക് ആൻഡ് സസ്കർ. Himalayas as Himadri, Himachal and Sivalik. Eastern Highlands, Patkaibam, Naga Hills, Garo, Khasi, Jayantiya Hills, Mizo Hills, etc. ടീം എ 10 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡിയോടാണ്. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻ റേഞ്ച്? നോർത്തേൺ മൗണ്ടൻ റേഞ്ച് അഥവാ ഉത്തരപർവ്വത മേഖലയുടെ പ്രത്യേകതകൾ എന്തെല്ലാം, അല്ലെങ്കിൽ പ്രാധാന്യം എന്ത്? ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്ത്? പാസ്. ടീം സി. പണ്ടുകാലം മുതലേ ഇന്ത്യയിൽ വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ധാരാളം ജീവജാലങ്ങളുടെ ഉള്ള സ്ഥലമാണ്. ധാരാളം നദികളുടെ ഉത്ഭവ സ്ഥാനമാണ്. സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നു.
യെസ്, വടക്കു ഭാഗത്തുനിന്നുള്ള ആക്രമണം, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആക്രമണങ്ങൾ നമ്മെ സംരക്ഷിക്കുന്നു. വടക്കു ഭാഗത്തുള്ള ശൈത്യമേറിയ കാറ്റിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. വ്യത്യസ്തമായ സസ്യജന്തുജാലങ്ങൾ കാണപ്പെടുന്നു. ഹിമാലയൻ നദികളുടെ ഉത്ഭവസ്ഥാനമാണ്. ടീം സി 5 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹിമാദ്രി? ഹിമാദ്രിയുടെ സവിശേഷതകൾ എന്തെല്ലാം? ഗംഗ, യമുന എന്നിവയുടെ ഉത്ഭവസ്ഥാനം. 6000 മീറ്റർ ഉയരമുണ്ട്. ഏറ്റവും ഉയരം കൂടിയ നിരകൾ കാണപ്പെടുന്നു. 8000 മീറ്റർ ഉയരമുള്ള നിരകൾ അവിടെ കാണപ്പെടുന്നു. ഉദാഹരണം നന്ദാദേവി, കാഞ്ചൻജംഗ. യെസ്, കറക്റ്റ് ആൻസർ. ടീം സി 10 മാർക്ക് നേടിയിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹിമാചൽ? ഹിമാചൽ നിരകളുടെ പ്രത്യേകത എന്ത്? ഹിമാദ്രിയുടെ തെക്കുഭാഗത്തായി കാണപ്പെടുന്നു. ശരാശരി ഉയരം 3000 മീറ്റർ. ഷിംല, ഡാർജിലിംഗ് എന്നിവയുടെ സുഖവാസ കേന്ദ്രങ്ങൾ ഇതിന്റെ തെക്കേ ചെരുവിലായി കാണപ്പെടുന്നുണ്ട്. യെസ്, ടീം ബി കറക്റ്റ് ആൻസർ. 10 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സിവാലിക്? സിവാലിക് നിരകളുടെ പ്രത്യേകതകൾ എന്തെല്ലാം, അല്ലെങ്കിൽ സവിശേഷതകൾ എന്തെല്ലാം? Situated to the south of the Himachal, broad flat valleys are seen along this mountain range. They are called dunes. Example, Dehradun. Average height of the mountains are 1220 meters, and as the rivers break across this range, Its continuity breaks at many places. ഓക്കെ, കറക്റ്റ് ആൻസർ. ടീം എ 10 മാർക്ക് നേടിയിരിക്കുകയാണ്. 3 റൗണ്ട് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ടീം എ 25 മാർക്ക്, ടീം ബി 20 മാർക്ക്, ടീം സി 25 മാർക്ക്, ടീം ഡിക്ക് മാർക്കൊന്നും ലഭ്യമായിട്ടില്ല. ടീം ഇ 15 മാർക്ക്. 3 റൗണ്ട് പൂർത്തിയായപ്പോൾ ആകെ മാർക്ക് നിലവാരമാണ്. ടീം എ 38 മാർക്ക്, ടീം ബി 28, ടീം സി 43, ടീം ഡി 5 മാർക്ക്, ടീം ഇ ആകെ മാർക്ക് 34. അടുത്തത് 4ാമത്തെ റൗണ്ടാണ്. 4ാമത്തെ റൗണ്ടിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ പറയുന്ന ടീമിന് 5 മാർക്കും പാസ് ചെയ്യുന്ന ക്വസ്റ്റ്യന് ആൻസർ പറയുന്നവർക്ക് 3 മാർക്കും. കറക്റ്റ് ആൻസർ പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഏത് ടീമിനും ആൻസർ പറയാവുന്നതാണ്, പക്ഷെ മാർക്ക് നൽകുന്നതല്ല. 4ാമത്തെ റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ഇൻ വിച്ച് സീസൺ ദ ഫിനോമിനൻ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ഈസ് സീൻ? പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഏത് സീസണിലാണ് അനുഭവപ്പെടുന്നത്? Cold weather season. യെസ്, കറക്റ്റ് ആൻസർ. ടീം എ 5 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ഇൻ ഇന്ത്യ എക്സ്പീരിയൻസസ് ഹോട്ട് വെതർ സീസൺ, ദെൻ വേർ ഈസ് ദ പൊസിഷൻ ഓഫ് ദ സൺ? ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുമ്പോൾ സൂര്യൻ ഏത് അയനത്തിലായിരിക്കും ഉണ്ടാവുക? ഏത് അർദ്ധഗോളത്തിലായിരിക്കും സൂര്യൻ സ്ഥാനം? ഉത്തരാർദ്ധഗോളം. യെസ്, കറക്റ്റ് ആൻസർ. ടീം ബി 5 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. ഇൻ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിച്ച് ബ്രാഞ്ചസ് ഈസ് ഹെൽപ്ഫുൾ ടു ഗെറ്റ് റെയിൻ ഇൻ വെസ്റ്റേൺ കോസ്റ്റ് പ്ലെയിൻ? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ ഏത് ബ്രാഞ്ചാണ്, ഏത് ശാഖകളാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ ലഭിക്കാൻ കാരണമായിരിക്കുന്നത്? ബംഗാൾ ഉൾക്കടൽ ശാഖ. തെറ്റാണ്. പാസ്. ടീം ഡിയോടാണ്. പാസ്. ഇനി ആർക്കെങ്കിലും അറിയാവുന്നതാണെങ്കിൽ പറയാവുന്നതാണ്. യെസ്, അറബിക്കടൽ ശാഖ. യെസ്, കറക്റ്റ് ആൻസർ. പക്ഷേ മാർക്ക് നൽകുന്നതല്ല. ടീം ബി ആൻസർ നൽകിയിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡിയോടാണ്. ടുബാക്കോ ഈസ് എൻ എക്സാമ്പിൾ ഫോർ വിച്ച് ക്രോപ്പിംഗ് സീസൺ? ഏത് ക്രോപ്പിംഗ് സീസൺ ആണ് ടുബാക്കോ ഉദാഹരണമായിരിക്കുന്നത്? റാബി. യെസ്, കറക്റ്റ് ആൻസർ. ടീം ഡി 5 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഇയോടാണ്. മില്ലറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ വിച്ച് ക്രോപ്പിംഗ് ഓഫ് സീസൺ? ഏത് ക്രോപ്പിംഗ് സീസണിലാണ് മില്ലറ്റ് കൃഷി ചെയ്യുന്നത്? 2023 ചെറുധാന്യങ്ങളുടെ വർഷമായിരുന്നു. ഈ ചെറുധാന്യങ്ങൾ ഏത് സീസണിലാണ് കൃഷി ചെയ്യുന്നത്? ഖാരിഫ്. യെസ്, കറക്റ്റ് ആൻസർ. ടീം ഇ 5 മാർക്ക് നേടിയിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ഇയോട് തന്നെയാണ്. വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് അയേൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ടിസ്കോ? ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോന്റെ സവിശേഷത എന്താണ്? ലാർജസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ പ്രൈവറ്റ് സെക്ടർ. യെസ്, കറക്റ്റ് ആൻസർ. ടീം ഇ 5 മാർക്ക്.
അടുത്തത് ടീം ഡിയോടാണ്. വേർ ഈസ് ദ മേജർ ജൂട്ട് പ്രൊഡ്യൂസിംഗ് റീജിയൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഏതാണ്? ആസാം. തെറ്റാണ്. ടീം സി പശ്ചിമ ബംഗാൾ. തെറ്റാണ്. ആർക്കെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ. യെസ്, വെരി ഗുഡ്. ടീം ബിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. എമംഗ് ദ നേഷൻ ഓഫ് ദ വേൾഡ് വിച്ച് ഈസ് ദ റാങ്ക് പൊസിഷൻ ഓഫ് ഇന്ത്യ ഇൻ ജൂട്ട് പ്രൊഡക്ഷൻ? ഇന്ത്യയിൽ ചണ ഉൽപാദനത്തിൽ ലോകത്തിൽ എത്ര സ്ഥാനമാണ്? 6ാം സ്ഥാനം. തെറ്റാണ്. ടീം ബി ഫസ്റ്റ് റാങ്ക്. തെറ്റാണ്. ഇനി കറക്റ്റ് ആൻസർ പറയാവുന്നവർക്ക് പറയാവുന്നതാണ്. Second. യെസ്, വെരി ഗുഡ്. ടീം എക്ക് അഭിനന്ദനങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ഹൗ മച്ച് ഡിഗ്രി സെൽഷ്യസ് ഈസ് എസെൻഷ്യൽ ഫോർ റബ്ബർ കൾട്ടിവേഷൻ? 25 ഡിഗ്രി സെൽഷ്യസ്. യെസ്, കറക്റ്റ് ആൻസർ. ടീം ബി 5 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എ. വിച്ച് സോയിൽ ഈസ് യൂസ്ഫുൾ ഫോർ റബ്ബർ കൾട്ടിവേഷൻ? Laterite soil. യെസ്, കറക്റ്റ് ആൻസർ. ടീം എ 5 മാർക്ക്. 4ാമത്തെ റൗണ്ടിൽ ലഭിച്ച മാർക്ക് നില പറയുകയാണ്. ടീം എ 10 മാർക്ക്, ടീം ബി 10 മാർക്ക്, ടീം സി മാർക്കൊന്നും നേടിയിട്ടില്ല, ടീം ഡി 5 മാർക്ക്, ടീം ഇ 10 മാർക്ക്. 4ാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ ആകെ പോയിന്റ് നില ടീം എ 48 മാർക്ക്, ടീം ബി 38 മാർക്ക്, ടീം സി 43 മാർക്ക്, ടീം ഡി 10 മാർക്ക്, ടീം ഇ 44 മാർക്ക്. അഭിനന്ദനങ്ങൾ. റേഡിയോ ടീച്ചർ ജോഗ്രഫി പ്രശ്നോത്തരി 2ാം ഭാഗം നാളെ ഇതേ സമയം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. Radio teacher.